ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ ചുംബിക്കുന്ന ഒരു രംഗമാണ്. പക്ഷേ ആൺകുട്ടിയുടെ ശരീരം മുഴുവനും പണം കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. ഇത് വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ കാലത്തെ എല്ലാ 60% പെൺകുട്ടികളുടെയും സ്നേഹം പണത്തിനോടാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ആണിൻ്റെ പ്രശസ്തി, പെരുമ, സാമ്പത്തിക കിട്ടുറപ്പ്, സാമൂഹിക അംഗീകാരം ഇതൊക്കെ ആണ് പെണ്ണ് ആണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നതും അതുമാത്രമാണ്, പ്രത്യേകിച്ചും സാമ്പത്തിക കിട്ടുറപ്പ്. ഇന്നത്തെ കാലത്തെ എല്ലാ പെൺകുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ അവർ വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുന്നത് തന്നെ ആണുങ്ങളുടെ ജോലിയോ അവരുടെ സാമ്പത്തിക കിട്ടുറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജോലിയില്ലാത്ത ഒരാൾക്ക് വിവാഹ കമ്പോള മാർക്കറ്റിൽ ഒരു ഭിക്ഷക്കാരൻ്റെ വില മാത്രമേ ഉള്ളൂ. അവനെ ഒരു പെൺകുട്ടികളും അംഗീകരിക്കില്ല. പണമാണ് പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളും നോക്കുന്നത്. കാരണം ജീവിത സൗകര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പണം അത്യന്താപേക്ഷിതമാണ്, സാമ്പത്തിക കെട്ടുറപ്പ് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ജോലിക്കാരെയാണ് അധികം സാധാരണക്കാരും നോക്കുന്നത്. ഗവൺമെൻറ് ജോലിക്കാർ പല റാങ്കിലുള്ളവരുണ്ട്. ഗസ്റ്റഡ് റാങ്കിലുള്ള ഗവൺമെൻറ് ജോലിക്കാർക്കാണ് കൂടുതലായിട്ട് വിവാഹ കമ്പോള മാർക്കറ്റിൽ അംഗീകാരമുള്ളത്. അവർക്ക് പൊന്നും പണവും കൊടുത്തിട്ട് പെൺമക്കളെ കൊണ്ട് കെട്ടിച്ചയക്കാൻ പതിനായിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൽ ക്യൂ നിൽക്കുന്നൊരു അവസ്ഥയാണ്. അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം, നിസ്വാർത്ഥമായിട്ടുള്ള സ്നേഹം, കാപട്യം, സ്വാർത്ഥത ഇല്ലാത്തതായിട്ടുള്ള സ്നേഹം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. കാരണം ഭൂരിപക്ഷം പേരും പണത്തിന് മുൻതൂക്കം കൊടുത്ത്, സാമ്പത്തിക കെട്ടുറപ്പിന് മുൻതൂക്കം കൊടുത്ത് ആണ് അവർ മുന്നോട്ട് യാത്ര ചെയ്യുന്നത്. പണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ വിവാഹമോചനം നടക്കുന്നതിൻ്റെ കാരണം എന്താണ്? വിവാഹമോചനം നടക്കുന്നതിൻ്റെ കാരണവും പൈസ കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് പെൺകുട്ടികൾ വിവാഹമോചനത്തിന് തയ്യാറാവുന്നത്. വിവാഹം കഴിക്കാനുള്ള കാരണവും പണമാണ്. വിവാഹമോചനം നടക്കാനുള്ള കാരണവും പണമാണ്. അതുകൊണ്ട് പണമില്ലാത്ത ഒരു ആണിന് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ ഒരിക്കലും കഴിയില്ല എന്നുള്ളതാണ് ഈ പോസ്റ്റിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പണമില്ലാത്ത ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. കേരളത്തിൽ നടക്കുന്ന വിവാഹമോചനങ്ങളിൽ 90% ഉന്നയിക്കുന്ന അനവധി കാരണങ്ങളിലൊരു കാരണം സാമ്പത്തിക കെട്ടുറപ്പാണ്. അതുകൊണ്ട് സാമ്പത്തിക കെട്ടുറപ്പില്ലാത്ത ഒരു ആണിൻ്റെ കൂടെ ഒരു പെണ്ണിനും ജീവിക്കാൻ കഴിയില്ല. ഇനി പെണ്ണിന് ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും അവരുടെ വീട്ടുകാർ സമ്മതിക്കില്ല. കേരളത്തിൽ ഈ വിവാഹത്തിൻ്റെ ഉള്ളിൽ അടിയും തല്ലും, വഴക്കും വയ്യാവിലിയും കൊലയൊക്കെ നടക്കുന്നതിൻ്റെ കാരണം ഇതാണ്.